അങ്ങനെ രാവിലത്തെ കായ് വാട്ടലും ചായ കുടിയെല്ലാം കഴിഞ്ഞ് മീനും വണ്ടിയും വന്ന് മീൻ വാങ്ങിക്കൊണ്ടുവന്ന്. നല്ല മഴയാട്ടാ, പുറത്ത് പെരും മഴ. ഇപ്പം രാവിലെ നല്ല മഴ, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് മഴ അങ്ങ് നിന്നോന്നുണ്ട്. രാത്രിക്ക് പിന്നെയും മഴ. അങ്ങനെ മീൻ മുറിച്ച് ഞാൻ വിചാരിച്ച് ഹോട്ടൽ സ്റ്റൈലിൽ മീൻ ഉണ്ടാക്കാം. പിന്നെ തക്കാളി എല്ലാം കട്ട് ചെയ്ത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കട്ട് ചെയ്ത്. പിന്നെ എനിക്ക് തോന്നി അല്ലേ വേണ്ട, പണ്ട് കാലത്ത് എൻ്റെ ഉമ്മാമേല ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഇതാ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലോണം കുടുക്കയിലിട്ടിട്ട് ഞമണ്ടി കൊയമ്പ് പരുവത്തിലാക്കുന്നുണ്ട്. തക്കാളി നല്ലോണം ഉടച്ചിട്ട്, അല്ലെങ്കിൽ കറിയിൽ ചേരൂല, കൂട്ടിനിട്ട് രസവും ഉണ്ടാവില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ മീൻ പരട്ടിയിട്ട് കൂട്ട്. ആദ്യം തന്നെ നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടല്ലേ ഒഴിക്കുക. ഇത് അങ്ങനെയല്ല. ആദ്യം തക്കാളിയും പച്ചമുളകും എല്ലാം മുറിച്ചിട്ട്, കുടുക്കയിൽ മുറിച്ചിട്ട്, മഞ്ഞൾ, മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത്, ഒരു ചെറുനാരങ്ങേൻ്റെ വലിപ്പത്തിൽ നമ്മളെ മീനിന് അനുസരിച്ചിട്ട് തക്കാളി എടുക്കണം, തക്കാളിക്കനുസരിച്ചിട്ട് പുളി എടുക്കണം. അങ്ങനെ ഈ മീൻ ആവശ്യമുള്ള ഒരു പുളി എന്ന് പറയുന്നത് ഒരു നാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ളൊരു പുളിയെടുത്ത് അത് പോർത്തി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, ബാക്കിയുള്ള മസാലകളും മസാല എന്ന് പറയുന്നത് മുളകും മഞ്ഞളും ഇട്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലെല്ലാം നല്ലോണം ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഞമണ്ടി ഒരു കൊയമ്പ് പരുവത്തിലാക്കി. രണ്ടും കൂടി പറയേണ്ടി വന്നല്ലേ. എന്നിട്ടിതാ ഞാൻ മീൻ പിന്നെ ഒരു പീസും കൂടി ആക്കിയെടുത്ത്. കാരണം ഞാൻ ഇത് പറഞ്ഞു നോക്കിയാൽ അതിൻ്റേതായ ശരിക്കുള്ളൊരു കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്നിട്ട് മീനായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് പെട്ടെന്ന് വെന്ത് വരും. കാരണം തക്കാളിയൊന്നും ഇനിയൊന്നും വേവാനില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ ആക്കി വെച്ചിക്ക്. ഇനി മീന ആവണ്ടേ ഉള്ളൂ. ഇത് ഇതിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക മത്തി വരട്ടിയല്ല. എന്നിട്ടിത് അടുപ്പത്ത് വെച്ച് ഒരു 5 to 8 മിനിറ്റ് അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചക്കറിയെല്ലാം വറലൊഴിച്ച് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അധികവും എണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തക്കാളി ഇട്ട് നല്ലോണം ബാട്ടിയെടുത്ത് മീൻ കറി ഉണ്ടാക്കും. പക്ഷേങ്കിൽ അതിനേക്കാട്ടിലും എത്രയോ ടേസ്റ്റ് ഉണ്ടാവുക ഈ മീൻ കറിക്കാണ്. കാരണം ഇത് ആ മഞ്ഞൾ മുളകൊന്ന് നല്ലോണം വെന്ത് വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അപ്പോൾ ഇതിന് കൂട്ടേന് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ദോശ ഇന്നലെ രാത്രിക്ക് അരി അരച്ച് വെച്ചതാണ്. അതായത് പച്ചരിയും ഉഴുന്നും കുറച്ച് ചോറും അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക, ഒരു ഇഡ്ഡലീൻ്റെ എല്ലാം ഒരു തരത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇഡ്ഡലി അല്ല നല്ലത്, ദോശയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. പണ്ടെല്ലാം ദോശയും മീൻ പരട്ടിയും തന്നെ പേർക്ക്. നമ്മളങ്ങനെ പച്ചക്കറീൻ്റെ ആളല്ല. പച്ചക്കറി മീൻ ഇന്നില്ല, മീനിന് ഇന്ന് കിട്ടൂല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പച്ചക്കറിയിലേക്ക് പോകും. അല്ലെങ്കിൽ എനിക്കിഷ്ടം മീന. അന്നമംഗലം കഴിച്ച് നോക്കുമ്പോൾ ആടെ മീൻ തന്നെയാണ്, 3 നേരം ആടെ മീൻ തന്നെയാണ്. പിന്നെ ഞാനും പിന്നെ ഫുള്ളായിട്ട് അങ്ങ് മീനിലേക്ക് മാറി. ചിക്കനും ബീഫെല്ലാം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും മീനിൻ്റെ ആ ഒരു കറിയും മീൻ പരട്ടിയതും മീൻ പൊരിച്ചതും അതിനൊക്കില്ല വേറൊന്നും. ചോറിനും എനിക്ക് മീൻ കറി ആയിരിക്കണം, ദോശക്കും മീൻ കറി ആയിരിക്കണം. അതേപോലെ തന്നെ ദോശ രാവിലത്തത് മെയിനായിട്ട് ദോശ തന്നെ ആയിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിലാ വേറെ എന്തെങ്കിലെല്ലാം ഉണ്ടാക്കുകയും തിന്നുകയെല്ലാം ചെയ്യും. എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ദോശയും വേണം. പിന്നെ ഉള്ളതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതല്ലേ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അതുകൊണ്ട് ചെയ്യുന്നതെന്നല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ ദിവസമായി ഈ ഒരു കോംബോ കിട്ടിയിട്ട്, ദോശയും മീൻ പരട്ടിയും. അതിൻ്റെ ഒരു രസം വേറെ തന്നെ ഉണ്ടാവുക.
അങ്ങനെ ദോശയും ചുട്ട് അപ്പോഴത്തേക്ക് നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ മീനൊന്ന് വറവൊഴിച്ച് കൊടുക്കണം. വറവൊഴിക്കാൻ ഒന്നുമില്ല, കറിവേപ്പില അടക്ക അതിലിട്ട് കൊടുത്തല്ലേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഉലുവ നല്ലോണം മൂത്ത് വന്നാൽ ഈ മീൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കും. നല്ലൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു കട്ടി, ഒരു കുഴമ്പ് ആ ഒരു രൂപത്തിൽ തന്നെ ആയി വരും കറി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സത്യം പറയുന്നതാണ്. ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന, ഇപ്പം ഇങ്ങനെയൊന്നും ആരും മീൻ വരട്ടുന്നൊന്നുമില്ല. എല്ലാവരും തക്കാളിയെല്ലാം വാട്ടി. ഇതിന് വേറെ ഒരു ടേസ്റ്റ് വരും തിന്നുമ്പോൾ. ദോശയിലിട്ട് തിന്നുമ്പോൾ വിചാരിക്കും കുറച്ചും കൂടെ ഇടണ്ടീനും. മീൻ അങ്ങനെ ഒരു നമുക്ക് എന്താ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നല്ല സുഖമില്ല, പനിയും ജലദോഷവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഗുളികയെല്ലാം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ പറയുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് തിരുത്തും. ഇനി എന്താ പറയുക, ഇങ്ങനത്തെ കുക്കിംഗ് വ്ളോഗോ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ വിശേഷങ്ങളുള്ള വ്ളോഗോ അല്ലെങ്കിൽ പാട്ട് എന്താ നിങ്ങൾക്ക് വ്ളോഗാക്കി വീഡിയോ ആക്കി ഇടേണ്ടത് അതും പറയാം.